ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കറണ്ട് അഫേഴ്സ് ആണ് നോക്കുന്നത്. സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2023-22 പിന്നെ ഓസ്കാറും ആണ് നോക്കുന്നത് കേട്ടോ. അതും 2023-24 ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കോ കേട്ടോ. നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ഇതുപോലെ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്, മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അന്നേരം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെക്കണം കേട്ടോ. പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പിലും ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അതിനകത്ത് PDF എല്ലാം കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ PDF ഒക്കെ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022. ഓക്കെ, മികച്ച സിനിമ ഏതാണ്? മികച്ച ചിത്രത്തിന് ഏതിനാണ് അവാർഡ് കിട്ടിയത്? നൻപകൽ നേരത്തെ മയക്കത്തിനാണ് കേട്ടോ. നൻപകൽ നേരത്തെ മയക്കത്തിനാണ് മികച്ച സിനിമയായിട്ട് പ്രഖ്യാപിച്ചത്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ആണ് പറയുന്നത്. 2022 ഏതാണ്? നൻപകൽ നേരത്തെ മയക്കം. ഓക്കെ, സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് കേട്ടോ. ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നൻപകൽ നേരത്തെ മയക്കം. മികച്ച ചിത്രമാണത് കേട്ടോ, മികച്ച ചിത്രം. ഓക്കെ, മികച്ച നടൻ ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. മികച്ച നടൻ ആരാണ്? മമ്മൂട്ടി. മികച്ച നടി ആരാണ്? വിൻസി അലോഷ്യസ്. വിൻസി അലോഷ്യസ് ആണ് മികച്ച നടി. രേഖയാണ് ചിത്രം. ഏതാണ്? രേഖ. ഓക്കെ, മികച്ച സംവിധായകൻ ആരാണ്? മഹേഷ് നാരായണൻ. അറിയിപ്പാണ് കേട്ടോ, അറിയിപ്പാണ്. മികച്ച നടൻ മികച്ച സംവിധായകൻ ആരാണ്? മഹേഷ് നാരായണൻ. അറിയിപ്പ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? 53ാമത് സംസ്ഥാന ഫിലിം അവാർഡാണ് കേട്ടോ. 53ാമത് സംസ്ഥാന ഫിലിം അവാർഡ് 2022 ആരായിരുന്നു? മികച്ച ചിത്രം ഏതാണ്? നൻപകൽ നേരത്തെ മയക്കം. അതുപോലെ തന്നെ ഈ 54ാമത് ഈ സ്റ്റേറ്റ് ഫിലിം അവാർഡിനും എന്താണ് ഫിലിമിന് കിട്ടിയത്? മമ്മൂട്ടിയുടെ ഫിലിം തന്നെയാണ്. എന്താണ്? കാതലിനാണ് കിട്ടിയത് കേട്ടോ. ജിയോ ബേബിയുടെ കാതലിനാണ് കിട്ടിയത്. ജിയോ ബേബിയുടെ കാതലിനാണ് കിട്ടിയത്. അത് ഞാൻ പറയാം അതിൻ്റെ വിശദമായിട്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കോ, 2 ഫിലിം അടുത്തടുത്ത് 2 ഫിലിമിന് കിട്ടിയത് മമ്മൂട്ടിയുടെ ചിത്രത്തിന് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതായത് സ്റ്റേറ്റ് ഫിലിം അവാർഡാണ്, സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഓക്കെ, അപ്പോൾ 53ാമത് ആർക്കാണ് കിട്ടിയത്? മമ്മൂട്ടിയുടെ മികച്ച നടനും മമ്മൂട്ടിയായിരുന്നു. 53ാമത് മികച്ച നടനും മമ്മൂട്ടിയായിരുന്നു കേട്ടോ. ചിത്രവും നൻപകൽ നേരത്തെ മയക്കം തന്നെയാണ്. ആരാണ്? ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് കേട്ടോ. അപ്പം മികച്ച നടി ആരാണ്? വിൻസി അലോഷ്യസ് കേട്ടോ. മികച്ച സംവിധായകൻ ആരാണ്? മഹേഷ് നാരായണൻ. അറിയിപ്പാണ് കേട്ടോ. മഹേഷ് നാരായണൻ. അറിയിപ്പ് കേട്ടോ, മറക്കല്ലേ. ഇനി ഈ ജനപ്രീതിയും കലാമൂല്യവുമുള്ള ചിത്രം ഏതായിരുന്നു? നാന്താൻ കേസുകോടായിരുന്നു കേട്ടോ. നാന്താൻ കേസുകോടിനായിരുന്നു എന്താണ്? ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രം. ഓക്കെ, സംവിധായകൻ ആരായിരുന്നു? സംവിധാനം ആരായിരുന്നു ചെയ്തത്? രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ കേട്ടോ. നാന്താൻ കേസുകോട് ആരുടെ ആയിരുന്നു? രതീഷ് ബാലകൃഷ്ണൻ പൊതുവാളിൻ്റെ ആയിരുന്നു. ജനപ്രീതിയുള്ള ഫിലിമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് മികച്ച നവാഗത സംവിധായകനായിരുന്നു ആരായിരുന്നു? ഷാഹി കബീർ ആണ്. ഷാഹി കബീർ കണ്ട, നല്ലൊരു പേരല്ലേ, ഷാഹി കബീർ. ആരായിരുന്നു? മികച്ച നവാഗത സംവിധായകനാണ്. ഇലവീഴ പൂഞ്ചിറയായിരുന്നു കേട്ടോ. ഇലവീഴ പൂഞ്ചിറയായിരുന്നു ആ ഫിലിം. ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഫിലിമിൻ്റെ ഡയറക്ടറായിരുന്നു ഷാഹി കബീർ. ആ പുള്ളിക്കാണ് നവാഗത സംവിധാനത്തിനുള്ള പുരസ്കാരം കിട്ടിയത്. ഓക്കെ, സ്വഭാവം നടൻ ആരായിരുന്നു? പി കുഞ്ഞികൃഷ്ണൻ കണ്ടോ. പി കുഞ്ഞികൃഷ്ണനായിരുന്നു സ്വഭാവം നടൻ. നല്ല സ്വഭാവമുള്ളവർ എന്താണ്? കുഞ്ഞികൃഷ്ണൻ്റെ പോലുള്ള സ്വഭാവം അല്ലേ. അപ്പം എന്താണ്? സ്വഭാവ നടൻ. അതോടെ സ്വഭാവ നടി ആരായിരുന്നു? അതും ദേവി വർമ്മ കണ്ടോ. അതും ദേവിയാണ് കേട്ടോ. ദേവി വർമ്മ കേട്ടോ. അപ്പം സ്വഭാവ നടിയാണ് ദേവി വർമ്മ. സൗദി വെള്ളക്കയാണ് കേട്ടോ. സൗദി വെള്ളക്കയാണ്. ദേവി വർമ്മയുടെ ഫിലിം ഏതാണ്? സൗദി വെള്ളക്കയാണ്. ഓക്കെ, എന്താ സ്വഭാവ നടന് കിട്ടിയ പി കുഞ്ഞികൃഷ്ണൻ്റെ സിനിമ ഏതാണ്? നാന്താൻ കേസുകോടായിരുന്നു കേട്ടോ. ആ ഫിലിം തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? പ്രത്യേക ജൂറി പരാമർശമൊക്കെ അലൻസിയറിനൊക്കെ കിട്ടിയിട്ടുണ്ട്, കുഞ്ചാക്കോ ബോബനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ജൂറി ചെയർമാൻ ആരാ നോക്കിയേ? ഗൗതം ഘോഷ്. ഇമ്പോർട്ടൻ്റ് ആണ്. ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ് കേട്ടോ. ബംഗാളി ചലച്ചിത്ര സംവിധായകനാണ് ഗൗതം ഘോഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022
റെസ്റ്റോറൻറ്റിൽ നിന്ന് നോക്കിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 54ാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് 2023 ആർക്കാണ് കിട്ടിയത്? മികച്ച നടൻ ആരായിരുന്നു? പൃഥ്വിരാജ് ആയിരുന്നു അല്ലേ? പൃഥ്വിരാജ് ആയിരുന്നു മികച്ച നടൻ. പൃഥ്വിരാജ് ആയിരുന്നു മികച്ച നടൻ. ഓക്കെ, അത് ഏത് ഫിലിമിനായിരുന്നു? ആടുജീവിതമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, അത് ആടുജീവിതമാണ്. മികച്ച ചിത്രം ഏതായിരുന്നു? കാതൽ. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത ഫിലിമിനും മമ്മൂട്ടിയുടെ ഫിലിമിന് തന്നെയാണ് കിട്ടിയത്. കാതലിനാണ് കിട്ടിയത് കേട്ടോ, കാതൽ. അപ്പോൾ കാതലിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ജിയോ ബേബിയാണ് കാതലിൻ്റെ നടൻ. സംവിധാനം ആരായിരുന്നു? ജിയോ ബേബിയാണ് കേട്ടോ. മികച്ച രണ്ടാമത്തെ ചിത്രം ഏതായിരുന്നു? ഇരട്ടയായിരുന്നു. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ് കേട്ടോ. രോഹിത് എം ജി കൃഷ്ണനായിരുന്നു ഇരട്ടയുടെ സംവിധായകൻ കേട്ടോ. രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. ഓക്കെ, മികച്ച സംവിധായകൻ ആരായിരുന്നു? ബ്ലെസ്സി ആയിരുന്നു. മികച്ച സംവിധായകൻ ബ്ലെസ്സി. അപ്പം ഈ മികച്ച നടി ആരായിരുന്നു? ഉർവശിയാണ് കേട്ടോ. മികച്ച നടി ഉർവശി. മികച്ച നടൻ പൃഥ്വിരാജ്. മികച്ച നടി ആരാണ്? ഉർവശി. ഈ ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് കിട്ടിയത് കേട്ടോ. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കായിരുന്നു ഉർവശിക്ക് കിട്ടിയത്. ഉർവശിയും ബീന ആർ ചന്ദ്രനും കൂടെ ആണ് കിട്ടിയത് കേട്ടോ. ഉർവശിക്കും കിട്ടി, ബീന ആർ ചന്ദ്രനും കിട്ടി. ഈ ബീന ആർ ചന്ദ്രൻ്റെ ഫിലിം തടവാണ് കേട്ടോ. തടവ് ബീന ആർ ചന്ദ്രൻ. ഓക്കെ, ഉർവശി ഉള്ളൊഴുക്കാണ്. ഈ ഉർവശിക്ക് 6 തവണ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്ന നടിയും ആര് തന്നെയാണ്? ഉർവശി തന്നെയാണ്. 6 ടൈംസിലാണ് കിട്ടിയത് കേട്ടോ. ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും എല്ലാം ഈ സ്റ്റേറ്റ് ഫിലിം അവാർഡ് എത്ര പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്? 6 തവണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഉർവശിക്കും 6 തവണയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മികച്ച സ്വഭാവ നടൻ ആരായിരുന്നു? വിജയരാഘവനാണ് മികച്ച സ്വഭാവ നടൻ. ഓക്കെ, പൂക്കാലം എന്ന ഫിലിമിനാണ് കേട്ടോ. പൂക്കാലം എന്ന ഫിലിമിന് മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ആർക്ക് കിട്ടി? വിജയരാഘവന് കിട്ടി. മികച്ച സ്വഭാവ നടി ആരാണ്? ഗ്രീഷ്മചന്ദ്രനാണ് മികച്ച സ്വഭാവ നടി. ഓക്കെ, ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം ഏതായിരുന്നു? ആടുജീവിതമാണ് ജനപ്രീതിയും കലാമേന്മയുമുള്ള ചിത്രം. അപ്പം അതിൻ്റെ തൊട്ട് പിന്നത്തെ വർഷം ഏതായിരുന്നു ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രം? ഏതായിരുന്നു? നാത്താൻ കേസുകോടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വരുന്നു. ഇത്രയും നമുക്ക് നോക്കിയാൽ മതി. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഓസ്കാർ നോക്കാം. അപ്പം 95th ഓസ്കാർ അവാർഡ് 2023 ലഭിച്ചത് ഏതൊക്കെ ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ആർക്കാണ് കിട്ടിയത്? മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ഏത് ഫിലിമിനാണ് കിട്ടിയത്? എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ് കേട്ടോ. എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. ഓക്കെ, 2023 എന്നാണ് 95th ഓസ്കാർ ആണ് കേട്ടോ. 95th ഓസ്കാർ എവറിത്തിങ് എവറിവെയർ അറ്റ് വൺസ് ഇതിനായിരുന്നു. ചിത്രമാണ് കേട്ടോ, മികച്ച ചിത്രം. മികച്ച ഡയറക്ടർ ആരായിരുന്നു? ഡാനിയൽ ക്വൈനും ഡാനിയൽ ഷിനിസ്റ്റനോടാണ് കിട്ടിയത് മികച്ച ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഡാനിയൽ ക്വൈൻ ആൻഡ് ഡാനിയൽ ഷിനിസ്റ്റ്. ഏതാണ് ഫിലിം? ഏത് തന്നെയാണ്? എവറിത്തിങ് എവറിവെയർ ഓൾ അറ്റ് വൺസ്. ആ ഒരു ഫിലിമിന് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓസ്കാറിൽ 2023 95th ഓസ്കാർ ആണ് കേട്ടോ. മികച്ച നടൻ ആരാണ്? ബ്രെൻഡൻ ഫ്രേസർ ആണ് കേട്ടോ. ബ്രെൻഡൻ ഫ്രേസർ ആണ് മികച്ച നടൻ. ഓക്കെ, മികച്ച നടി ആരാണ്? മൈക്കിൾ യോ ആണ് കേട്ടോ. അപ്പം മികച്ച നടി ആരാണ്? മൈക്കിൾ യോ കേട്ടോ, മറക്കല്ലേ. മികച്ച നടി മൈക്കിൾ യോ. മികച്ച നടൻ ആരാണ്? ബ്രെൻഡൻ ഫ്രേസർ. ഓക്കെ, 2023 95th ഓസ്കാർ ആണ്. മികച്ച വിദേശ ഭാഷാ ചിത്രം ചോദിച്ചിട്ടുണ്ട്. അതേതാണ്? ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. ജർമ്മൻ ആണ് കേട്ടോ. ജർമ്മൻ ഫിലിമാണ് അത്. ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട്. മറക്കരുത് കേട്ടോ. പിന്നെ ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡൂടെ ഒന്ന് നോക്കി വെച്ചേക്കോ. ദി എലിഫൻറ്റ് വിസ്പേഴ്സ് ആണ് കേട്ടോ. ആണ് ദി ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ് കിട്ടിയത്. ദി എലിഫൻറ്റ് വിസ്പേഴ്സ്, മറക്കല്ലേ, ആ പോയിന്റ് നോക്കിക്കണേ. ദി എലിഫൻറ്റ് വിസ്പേഴ്സ് ആണ് കേട്ടോ ബെസ്റ്റ് ഡോക്യുമെൻ്ററി അവാർഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. അവാർഡ് ദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ഏതാണ്? നമ്മുടെ ഓസ്കാർ 2023 95th ഓസ്കാറിൽ അവാർഡ് ദാന ചടങ്ങിൽ അവതാരികയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരായിരുന്നു? ദീപിക പദുക്കോൺ.
അതുപോലെ ബെസ്റ്റ് സോങ്, ബെസ്റ്റ് ഒറിജിനൽ സോങ് ഏതായിരുന്നു? RRR പിന്നെ ഫിലിമിനകത്തെ നാട്ടു നാട്ടു എന്ന സോങ് ആയിരുന്നു കേട്ടോ ബെസ്റ്റ് ഒറിജിനൽ സോങ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ബെസ്റ്റ് ഒറിജിനൽ സോങ് നാട്ടു നാട്ട് RRR ഫിലിം ആയിരുന്നു. അതുപോലെ അതിൻ്റെ സംഗീത സംവിധായകൻ ആരായിരുന്നു? MM കീരവാണിയാണ് കേട്ടോ. M കീരവാണി മറക്കരുതേ. അതുപോലെ ഈ 95ാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു? ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ചലോ ഷോയാണ് കേട്ടോ. ചലോ ഷോയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി കേട്ടോ. ചലോ ഷോ. അതിൻ്റെ സംവിധായകൻ ആരായിരുന്നു? പാൻ നളിനാണ് കേട്ടോ. പാൻ നളിനാണ് അതിൻ്റെ സംവിധായകൻ, പാൻ നളിൻ. ഓക്കെ. അപ്പം മികച്ച ഭാഷാചിത്രമായ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു ഫിലിം ജർമ്മൻ ഫിലിം ആണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫിലിമിനകത്ത് പറയുന്ന ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെയാണ് ആ സിനിമയിൽ പറയുന്നത്. അതുപോലെ ബെസ്റ്റ് ഡോക്യുമെൻ്ററി നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് എലിഫന്റ് വിസ്പേഴ്സ്, അത് മുതുമലൈ നാഷണൽ പാർക്കിനെയൊക്കെ അവിടുത്തെ ആനയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ദി എലിഫന്റ് വിസ്പേഴ്സ് അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഇത്രയും പോയിന്റ്സ് ഈ ഒരു 2023 95th ഓസ്കാർ അവാർഡിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം 96th ഓസ്കാർ അവാർഡാണ്. 96th ഓസ്കാർ അവാർഡ് 2024. ഓക്കെ. മികച്ച ഫിലിമിന് ഏതിനാണ് കിട്ടിയത്? മികച്ച ഫിലിം ഓപ്പൺ ഹൈമറാണ് കേട്ടോ. ഓപ്പൺ ഹൈമറിനാണ് മികച്ച ഫിലിം. ഓപ്പൺ ഹൈമറാണ് മികച്ച ഫിലിം. മികച്ച ഡയറക്ടർ ആരാണ്? ക്രിസ്റ്റഫർ നോളൻ. ക്രിസ്റ്റഫർ നോളൻ. മികച്ച ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ ആണ് കേട്ടോ. ക്രിസ്റ്റഫർ നോളനാണ്. ഈ ക്രിസ്റ്റഫർ നോളൻ ഏത് ഫിലിമാണ് സംവിധാനം ചെയ്തത്? ഓപ്പൺ ഹൈമറാണ് കേട്ടോ. ഓപ്പൺ ഹൈമറാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്തത്. അപ്പം മികച്ച ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ. മികച്ച ഫിലിം ഏതാണ്? ഓപ്പൺ ഹൈമർ. ഓപ്പൺ ഹൈമർ. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫി. കിലിയൻ മർഫിയാണ് മികച്ച നടൻ. മികച്ച നടൻ കിലിയൻ മർഫി. മികച്ച നടി ഏതാണ്? എമ്മ സ്റ്റോൺ ആണ് കേട്ടോ. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി കേട്ടോ. മറക്കല്ലേ. മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ. മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ്. ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം കഴിഞ്ഞ വർഷം കിട്ടിയ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ആയിരുന്നു. ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വിദേശ ഭാഷാ ചിത്രം. അപ്പോൾ അത് ജർമ്മൻ ചിത്രമായിരുന്നു. ഇപ്രാവശ്യത്തെ വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ്. മറക്കരുത് കേട്ടോ. ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 96th ഓസ്കാർ അവതാരകനുണ്ടല്ലോ, അതാരായിരുന്നു? ജിമ്മി കിമ്മൽ കേട്ടോ. ജിമ്മി കിമ്മലാണ്. എനിക്ക് പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കണക്കങ്ങ് വായിക്കുക കേട്ടോ. പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റെഡിയാക്കിയേക്കണേ. ഓക്കെ. ജിമ്മി കിമ്മലാണ് കേട്ടോ. ജിമ്മി കിമ്മലാണ് എന്താണ്? ഓസ്കാർ അവതാരകനാണ് കേട്ടോ. 96th നമ്മുടെ 2024 കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ എന്താണ് നമ്മുടെ മികച്ച ഭാഷാ ചിത്രമായ ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ് UK ഫിലിമാണ് കേട്ടോ. UK ഫിലിമാണ്. മറ്റേത് കഴിഞ്ഞ പ്രാവശ്യത്തെ മികച്ച വിദേശ ചിത്രമായ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് ജർമ്മൻ ഫിലിം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ മികച്ച വിദേശ ഭാഷാ ചിത്രം ഏതാണ്? ദി സോൾ ഓഫ് ഇൻട്രസ്റ്റ് UK ഫിലിമാണ് കേട്ടോ. UK ഫിലിമാണ്. ഓക്കെ. മറക്കല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓസ്കാറിനകത്ത് പറയാനുള്ളത്. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മറക്കാതെ ഓർത്തിരിക്കുക കേട്ടോ. ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട പോയിൻ്റാണ് ഇത്രയും പോയിന്റ്. ഓക്കെ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ടെലഗ്രാമിനകത്ത് ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അത് നമ്മൾ ടൈം ടേബിളും ഇതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിവിടെ കൂട്ടത്തിൽ പഠിക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ടെലഗ്രാമിനകത്ത് എല്ലാ PDF ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഡെയിലി മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കല്ലേ. ഓക്കെ. താങ്ക് യു.